ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2026 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന റിപ്പന്റ് ടേൺ ടു ഗോഡ്, അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ള പുസ്തകത്തിന്റെ 1ാമത്തെ ചാപ്റ്റർ സാംസ് ഓഫ് റിപ്പന്റൻസ് പ്രൊലോഗ്, അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു ആമുഖം എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പൊതുവെ സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകത്തെ പറ്റി ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ. സങ്കീർത്തന പുസ്തകം ഏത് കാലഘട്ടത്തിൽ എഴുതി, എന്താണ് സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം, ആരൊക്കെയാണ് രചയിതാക്കൾ, ഇങ്ങനെയുള്ള വളരെ ബേസിക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു ആമുഖമാണ്. അപ്പം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ക്ലാസ്. ഇതിനകത്ത് സങ്കീർത്തനങ്ങളെ പറ്റിയും അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയും നമ്മൾ ഡിഫൈൻ ചെയ്യും. അതോടൊപ്പം അനുതാപം എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ പഠിക്കും. അനുതാപത്തെയും അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റിയും സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെ പറ്റി പഠിക്കും. സഭ അംഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങളെ പറ്റി പഠിക്കും. അതിന്റെ ഘടനയെ പറ്റി നമ്മൾ പഠിക്കും. സഭയും അനുതാപ സങ്കീർത്തനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ പഠിക്കും. അതോടൊപ്പം വിശുദ്ധ വേദപുസ്തക അനുതാപ സങ്കീർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അനുതാപത്തിനുള്ള വ്യാഖ്യാനത്തെ പറ്റി നമ്മൾ പഠിക്കും. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരം അനുതാപവും അനുതാപ സങ്കീർത്തനങ്ങളും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതും നമ്മൾ പഠിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ലെങ്തി സെഷൻ ആയിരിക്കും. ഒറ്റ അടിക്കിരുന്ന് പഠിക്കണം എന്നില്ല, വളരെ പതുക്കെ. ആരൊക്കെയോ കമൻറ്റിൽ സൂചിപ്പിച്ചിരുന്നു, അതായത് ഒരുപാട് കൊട്ടേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഓരോ പോർഷനും നന്നായിട്ട് പഠിച്ചുറപ്പിച്ചിട്ട് ആ കൊട്ടേഷൻസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭാഗങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞത് സങ്കീർത്തനങ്ങൾക്കും അനുതാപ സങ്കീർത്തനങ്ങൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സങ്കീർത്തനങ്ങൾക്ക് ഒരു 3 ഡെഫിനിഷൻസ് കൊടുത്തിട്ട് അതോട് ചേർന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് സങ്കീർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഇപ്രകാരമാണ്: സങ്കീർത്തനങ്ങൾ മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. ദി സാംസ് ആർ ദി ഡയറക്റ്റ് കോൺവെർസേഷൻ ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് വിത്ത് ഗോഡ്. മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ് സങ്കീർത്തനങ്ങൾ. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്? വെൻ മോസ്റ്റ് ഓഫ് ദി സ്ക്രിപ്റ്റേഴ്സ് സ്പീക്ക് ടു അസ്, സാംസ് സ്പീക്ക് ഫോർ അസ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മളോട് സംസാരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇത് തന്നെയാണ് ഈ ഡെഫിനിഷനിൽ നമുക്ക് ഒന്നാമത് കാണാൻ സാധിക്കുന്നത്. എന്താണ് സങ്കീർത്തനങ്ങൾ എന്നത്? മനുഷ്യഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഓരോ സങ്കീർത്തനങ്ങളുടെയും ഡിവിഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. എപ്രകാരമാണ് നമ്മുടെ ഉള്ളിലെ ഓരോ ഇമോഷൻസിനനുസരിച്ച് നമുക്ക് തീം ബേസ്ഡ് ആയിട്ട് സങ്കീർത്തനങ്ങളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീമാറ്റിക് ആയിട്ടുള്ള ഡിവിഷൻസ് അല്ലെങ്കിൽ ലിറ്റററി അല്ലെങ്കിൽ തിയോളജിക്കൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ്? നന്ദി സങ്കീർത്തനങ്ങൾ, ദി സാംസ് ഓഫ് പ്രൈസ്, താങ്ക്സ് ഗിവിംഗ്, ദ സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്, അതായത് സ്തുതി സങ്കീർത്തനങ്ങൾ സാംസ് ഓഫ് പ്രൈസ്, സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് നന്ദി സങ്കീർത്തനങ്ങൾ, മെസ്സിയാനിക് സാംസ് മഷിഹായെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ, റോയൽ സാംസ് രാജകീയ സങ്കീർത്തനങ്ങൾ രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് എന്ന് നമ്മൾ പറഞ്ഞു, വിസ്ഡം സാംസ് വിജ്ഞാന സങ്കീർത്തനങ്ങൾ, അതുപോലെ പെനിറ്റൻഷ്യൽ സാംസ് അല്ലെങ്കിൽ സാംസ് ഓഫ് റിപ്പൻറ്റൻസ് എന്താണ്? അനുതാപ സങ്കീർത്തനങ്ങൾ. ഇങ്ങനെ മനുഷ്യ ഹൃദയത്തെ മനുഷ്യ വിചാരങ്ങളോട് ചേർത്ത് വെച്ച് മനുഷ്യ ഹൃദയത്തിന്റെ സംഭാഷണം ദൈവത്തോട് എപ്രകാരം അറിയിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് സങ്കീർത്തനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒന്നാമത് പറയാവുന്ന ഒരു കാര്യമാണ് ഈ സ്തുതി സങ്കീർത്തനങ്ങൾ എന്നുള്ളത്, സാംസ് ഓഫ് പ്രൈസ്. പൊതുവെ സങ്കീർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നർത്ഥമുള്ള തെഹില്ല എന്ന എബ്രായ പദമാണ്. ദി കോമൺ ഹെഡിങ് ഫോർ ദി സാംസ് is the Hebrew word tehillim, meaning the book of praises or hymns of gratitude. എന്താണ്? സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നർത്ഥമുള്ള
തെഹില്ലിം എന്നുള്ളൊരു വാക്കാണ് പൊതുവായിട്ട് സങ്കീർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതിനുശേഷം നമ്മൾ മെസ്സിയാനിക് സാംസ്, മഷിഹായെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞു. നന്ദി അറിയിക്കുന്നത് താങ്ക്സ് ഗിവിംഗ് സാംസ്, രാജകീയ സങ്കീർത്തനങ്ങൾ, രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വിസ്ഡം സാംസ്, വിജ്ഞാനത്തിനുള്ള സങ്കീർത്തനങ്ങൾ. ഇനിയും ചില സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന അനുതാപ സങ്കീർത്തനങ്ങളാണ്. അപ്പൊ എന്താണ് പെനിറ്റൻഷ്യൽ സാംസ് അല്ലെങ്കിൽ അനുതാപ സങ്കീർത്തനങ്ങൾക്കുള്ള ആദ്യത്തെ ഡെഫിനിഷൻ? അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന സങ്കീർത്തനങ്ങളാണ്. പെനിറ്റൻഷ്യൽ സാംസ് ആർ ദി സാംസ് which lay open a man's pain, sinfulness and brokenness before God. 3 വാക്കുകളാണ് അവിടെ ഓർത്തിരിക്കണം. മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന സങ്കീർത്തനങ്ങളാണ്. പെനിറ്റൻഷ്യൽ സാംസ് ആർ ദി സാംസ് which lay open a man's pain, sinfulness and brokenness before God. അപ്പോൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഡെഫിനിഷനും അനുതാപ സങ്കീർത്തനത്തിന്റെ ഇൻട്രൊഡക്ഷനും മനസ്സിലായല്ലോ. എന്താണ് സങ്കീർത്തനത്തിന്റെ ഡെഫിനിഷൻ? The Psalms are the direct conversation of the human heart with God. മനുഷ്യ ഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. എന്താണ് അനുതാപ സങ്കീർത്തനങ്ങൾ? മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന സങ്കീർത്തനങ്ങളാണ് അനുതാപ സങ്കീർത്തനങ്ങൾ. ഇനി രണ്ടാമതായിട്ട് എന്താണ് സങ്കീർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ? വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായ സംവാദങ്ങളുടെ സമാഹാരമാണ്. The Psalms is the collection of the most spiritual and living dialogues between man and God. ആദ്യത്തെ സങ്കീർത്തനത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? മനുഷ്യ ഹൃദയത്തിന്റെ തുറന്ന സംഭാഷണമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയവും സജീവവുമായ സംഭാഷണം. ഇവിടെ ആരൊക്കെയുണ്ട്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ സമാഹാരമാണ് സങ്കീർത്തനങ്ങൾ എന്നാണ് രണ്ടാമതായിട്ട് ഇവിടെ സങ്കീർത്തനങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ സങ്കീർത്തനങ്ങളിൽ തന്നെ അനുതാപം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ആത്മാവിൽ ഉദിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഗ്രന്ഥത്തിൽ അനുതാപം എന്ന ആത്മീയ അവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ? സങ്കീർത്തനങ്ങളിൽ കാണുന്ന അനുതാപം, സങ്കീർത്തനങ്ങളിൽ പ്രകടമാകുന്ന അനുതാപം വെറും പാപബോധമോ മാനസിക കുറ്റബോധമോ അല്ല, മറിച്ച് മനുഷ്യന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ദൈവത്തിങ്കലേക്ക് തിരിച്ചുവിടുന്ന ഒരു ആത്മപരിവർത്തന പ്രക്രിയയാണ്. എന്താണ് പറയുന്നത്? റിപ്പന്റൻസ് ദാറ്റ് ഇസ് സീൻ ഇൻ സാംസ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ അവയർനെസ് ഓഫ് സിൻഫുൾനെസ്. അതായത് ഞാൻ പാപിയാണ്, എനിക്ക് തെറ്റ് ചെയ്തു എന്നുള്ള ബോധം മാത്രമല്ല, പിന്നെ എന്താണ്? It is a process of spiritual transformation that turns a man's entire personality towards God. ഒരു മനുഷ്യന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ദൈവത്തിങ്കലേക്ക് തിരിച്ച് കൊണ്ടുപോകുന്ന, തിരിച്ചെത്തിക്കുന്ന, തിരിച്ചുവിടുന്ന ഒരു ആത്മപരിവർത്തന പ്രക്രിയയാണ് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അനുതാപം എന്ന് പറയുന്നത്. ഇനി അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനിയും അനുതാപ സങ്കീർത്തനങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി വെളിപ്പെടുത്തുന്നു. മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ The penitential Psalms strongly reveal the relationship between man's fall and God's mercy. മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായിട്ട് കാണിക്കുന്ന ഒന്നാണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സഭാപിതാക്കന്മാർ അവയെ ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ടാണ് കാണുന്നത്. The church fathers consider these penitential psalms as hymns of spiritual therapy. കാരണം 6-ാം സങ്കീർത്തനം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? എന്താണ്? രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ കുതിർക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ആ തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരു അനുതാപിക്ക് തിരിച്ച് ദൈവത്തിങ്കലേക്ക് എത്തിപ്പെടാനുള്ള, ആ തെറ്റിൽ
നിന്ന് ഉയർന്നു വരുവാനുള്ള ഒരു തെറാപ്പിയാണ് നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ ഇതിനെ ഒരു ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ട് കാണുന്നത്. ഇതുകൊണ്ട് തന്നെ അനുതാപ കീർത്തനങ്ങൾ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഹൃദയസ്പന്ദനങ്ങളാണ്. For this very reasons, the songs of penitence are the pulse of Christian spirituality. രണ്ടാമത്തെ ഡെഫിനിഷനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായ സംഭാഷണങ്ങളുടെ സമാഹാരമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഇത് ആത്മീയമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ടാണ് സഭാപിതാക്കന്മാർ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ക്രിസ്തീയ ആധ്യാത്മികതയുടെ ആത്മീയ സ്പന്ദനങ്ങളാണ്, ഹൃദയ സ്പന്ദനങ്ങളാണ് എന്നുള്ളതും കൂടെ അവിടെ പറയാം. ഇനി മൂന്നാമതായിട്ട് എന്താണ് സങ്കീർത്തനങ്ങൾക്ക് നൽകുന്ന ഡെഫിനിഷൻ? വിശുദ്ധ വേദ പുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകം മനുഷ്യ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന ഒരു ആത്മീയ ഡയറിയാണ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സങ്കീർത്തനങ്ങൾക്ക് നൽകുന്ന ഡെഫിനിഷൻ. The Psalms is a spiritual diary that lays bare all the emotions of the human heart before God. മനുഷ്യ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളും ദൈവ മുൻപാകെ തുറന്നു കാട്ടുന്ന ഒരു ആത്മീയ ഡയറിയായിട്ടാണ് സങ്കീർത്തനങ്ങളെ മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സന്തോഷവും വേദനയും വിജയവും പരാജയവും വിശ്വാസവും സംശയവും അനുതാപവും പ്രത്യാശയും തുടങ്ങി എല്ലാ മാനുഷിക വികാരങ്ങളും വിചാരങ്ങളും സങ്കീർത്തനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു. ഇവയിൽ അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളത്, അനുതാപ സങ്കീർത്തനങ്ങൾക്കുള്ള ഡെഫിനിഷനാണ് എന്താണ്? മനുഷ്യൻ തന്റെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളാണ്. The penitential psalms are prayers in which man, recognizing his own state of sinfulness, cries out before God, relying entirely on the grace of God. മൂന്ന് കാര്യങ്ങളാണ്. മനുഷ്യൻ തന്റെ പാപാവസ്ഥയെ തിരിച്ചറിയുന്നു, ദൈവകൃപയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു, കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് അനുതാപ സങ്കീർത്തനങ്ങൾക്ക് നൽകുന്ന ഡെഫിനിഷൻസ്. സങ്കീർത്തനങ്ങൾക്ക് 3 ഡെഫിനിഷൻ പറഞ്ഞു, അതോടൊപ്പം ചേർന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷനും നമ്മൾ പറഞ്ഞു. നമ്മൾ ഒന്നാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ദ വേർഡ് റിപ്പൻറ്റൻസ്, അനുതാപം എന്ന പദത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അനുതാപം എന്ന വാക്കിന് പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ഷൂബ്, നാഖം എന്നുള്ള എബ്രായ പദങ്ങളാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഹീബ്രു നമുക്ക് ഷൂബ് എന്നും നാഖം എന്നുള്ള 2 വേർഡ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഷൂബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മടങ്ങി വരിക, ടു ടേൺ ബാക്ക്, തിരിഞ്ഞു വരിക, ടു റിട്ടേൺ എന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ റിപ്പൻറ്റൻസ് എന്നുള്ള ഒരു കോണ്ടെക്സ്ച്വലി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക, റിട്ടേണിംഗ് ടു ഗോഡ്, പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക, ടേണിംഗ് ബാക്ക് ഫ്രം സിൻ എന്നുള്ള ഒരു അർത്ഥമാണ് ഷൂബ് എന്നുള്ള വാക്കിന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് എന്നുള്ളത് നാഖം എന്നുള്ളതാണ്. നാഖം എന്നുള്ള വാക്കിന് ഖേദിക്കുക, റിഗ്രറ്റ്, ദുഃഖിക്കുക, ഫീലിംഗ് ഓഫ് സോറോ, മനസ്സലിയുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ഇപ്പൊ കോണ്ടെക്സ്ച്വലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മനസ്സിന്റെ മാറ്റം, ചേഞ്ച് ഓഫ് മൈൻഡ്, ഹൃദയ പരിവർത്തനം, ചേഞ്ച് ഓഫ് ഹാർട്ട്, ആത്മീയ നവീകരണം, സ്പിരിച്വൽ റിന്യൂവൽ എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് അവിടെ നാഖം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും സുറിയാനി ഭാഷയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തിരുത്തുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് തൈബൂസോ എന്നുള്ള ഒരു വാക്കാണ്. തൈബൂസോ എന്നുള്ള വാക്ക് നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? തെഹുവേ തൈബൂസോ എന്നൊക്കെ നമ്മുടെ അച്ഛൻ വൈദികൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തൈബൂസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്രേസ്, ഗുഡ്നെസ്, മേഴ്സി എന്നൊക്കെ ഉള്ളതാണ്. തിയോബൂസോ എന്നുള്ളതാണ്
റിപ്പൻറ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതായിട്ടുള്ള സുറിയാനി പദം ടേണിംഗ് ബാക്ക് ഫ്രം എറർ, റൈസിംഗ് അപ്പ് ഫ്രം സിൻ, തെറ്റിൽ നിന്ന് തിരിഞ്ഞു വരിക, പാപത്തിൽ നിന്ന് എഴുന്നേക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് തിയോബൂസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമുക്കത് ഒരുപക്ഷെ തിരുത്തായിട്ട് ലഭിക്കുമായിരിക്കും, ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഇനി അവസാനമായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഈ റിപ്പൻറ്റൻസ് എന്നുള്ളതിന് മെറ്റനോയിയ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിന്റെ മാറ്റം, ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി മൈൻഡ്, ജീവിത ദിശയുടെ പരിവർത്തനം, ചേഞ്ച് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഈ മെറ്റനോയ എന്നുള്ള പദം 20 പ്രാവശ്യം നാമമായിട്ടും 30 പ്രാവശ്യം ക്രിയയായിട്ടും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. അതായത് 20 പ്രാവശ്യം നാമമായിട്ട്, നൗണായിട്ടും 30 പ്രാവശ്യം ക്രിയയായിട്ടും, വേർബായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ളൊരു ഉദാഹരണം പറയാം. അതായത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, bear fruit worthy of repentance, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ മെറ്റനോയ അല്ലെങ്കിൽ റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടുവീൻ എന്നുള്ളത് നൗണാണ് അല്ലെ, അതൊരു നാമമായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇനിയും അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം നോക്കിയാലോ, repent for the kingdom of heaven has come near, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ. അവിടെ മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുന്ന മെറ്റനോയ എന്ന് പറയുന്ന വാക്ക് എന്താവുകയാണ്? ക്രിയയായിട്ട് മാറുകയാണ്. അപ്പം ഇതാണ് അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം കേട്ടോ. 20 പ്രാവശ്യം നാമമായിട്ടും 30 പ്രാവശ്യം ക്രിയയായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം 4 വാക്കുകളാണ് അനുതാപത്തോട് ചേർന്ന് നമ്മൾ പഠിച്ചത്. ഒന്ന് ശൂബ്, നാഖം, തിയോബൂസോ, മെറ്റനോയ. ഇത് ഒന്ന് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം? അനുതാപം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള തിരിഞ്ഞോടൽ മാത്രമല്ല, മറിച്ച് ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചുവരവാണ് അല്ലെങ്കിൽ മടങ്ങി വരവാണ്. റിപ്പൻറ്റൻസ് ഇസ് നോട്ട് ജസ്റ്റ് ഫ്ലീയിങ് അവേ ഫ്രം സിൻ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടേൺ ടു ഗോഡ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കും കൂടെ പഠിക്കാം, ചേർച്ച് ഫാദേഴ്സ് അബൌട്ട് റിപ്പൻറ്റൻസ്. എന്താണ് സഭാപിതാക്കന്മാര് അനുതാപത്തെ പറ്റി പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അനുതാപം എന്ന് പറയുന്നത് എന്താണ്? അത് തെറ്റിൽ നിന്നുള്ള ഒരു തിരിഞ്ഞോടൽ മാത്രമല്ല, മറിച്ച് ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവാണ് അല്ലെ. അതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് പറയുന്നത്, അനുതാപം പാപിക്ക് ശിക്ഷയല്ല, അത് പാപിക്കുള്ള രക്ഷയുടെ വാതിലാണ്. അത് വീണവനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവനെ വീണ്ടും ഉയർത്തുന്നു. റിപ്പൻറ്റൻസ് ഇസ് നോട്ട് ദ പണിഷ്മെന്റ് ഫോർ എ സിന്നർ, ഇറ്റ് ഈസ് ദ ഡോർ ടു ഹിസ് സാൽവേഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ വൺ ഹു ഇസ് ഫാളൻ, ഇൻസ്റ്റഡ് ഇറ്റ് ലിഫ്റ്റ്സ് ഹിം അപ്പ് അഗെയിൻ എന്ന് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് പറയുന്നു. രണ്ടാമതായിട്ട് സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ നോക്കിക്കഴിഞ്ഞാൽ, സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അനുതാപം ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല. Repentance does not overcome the justice of God. Instead, it reveals the depth of God's mercy. മറിച്ച് അത് ദൈവകരുണയുടെ ആഴം വെളിപ്പെടുത്തുന്നു. നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അനുതപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ നീതിയുടെ മുകളിലെങ്ങും നമ്മൾ പോകുന്നില്ല, മറിച്ച് ദൈവകൃപയുടെ ആഴം, ദൈവകരുണയുടെ ആഴം നമുക്ക് അത് മനസ്സിലാക്കിപ്പിച്ച് തരികയാണ്. ഇതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നീതിമാന്മാർക്കുള്ള സ്തുതികളല്ല, മറിച്ച് പാപബോധമുള്ള മനുഷ്യന്റെ ഹൃദയവിളികളാണ്. The penitential psalms are not the songs of praise of the righteous, but it is the lament from the heart of man who is conscious of his own sinfulness. ഇനി മൂന്നാമതായിട്ട് സെയിന്റ് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്തീനോസ് തന്റെ എന്നറേഷൻസ് ഇൻ സാമോസ്, എക്സ്പോസിഷൻസ് ഓൺ ദ സാംസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ഈ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ മാത്രം ശബ്ദമല്ല, അവ സഭയുടെ ശബ്ദമാണ്. പാപം തിരിച്ചറിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും നിലവിളിയാണ്. These psalms are not just the voice of David, it is the voice of the church, the groan of all souls that have recognized their sinfulness. അപ്പോൾ സഭാപിതാക്കന്മാരുടെ സേയിങ്സിനോട് ചേർന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ്
സെയിന്റ് ജോൺ ക്രിസോസ്റ്റം അനുതാപത്തെ പറ്റി പറയുന്നതാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് അനുതാപം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നീതിമാന്മാരുടെ സ്തുതികളല്ല, മറിച്ച് പാവബോധമുള്ള മനുഷ്യന്റെ ഹൃദയവിളികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവസാന ഭാഗത്ത് സെയിന്റ് അഗസ്റ്റീൻ അബൌട്ട് ദ പെനിറ്റൻഷ്യൽ സാംസ്, അതായത് അനുതാപ സങ്കീർത്തനങ്ങൾ എന്നുള്ളത് അത് ദാവീദിന്റെ മാത്രം ശബ്ദമല്ല, അത് സഭയുടെ ശബ്ദമാണ്. പാപം തിരിച്ചറിയുന്ന ഓരോ ആത്മാവിന്റെയും ശബ്ദമാണ് എന്നുള്ളതാണ്. ഈ കൊട്ടേഷൻസ് പഠിക്കണം, അതൊക്കെ എഴുതിയൊക്കെ പഠിച്ച് സമയമെടുത്ത് പഠിച്ചാൽ മതി, നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പൊ ചേർച്ച് ഫാദേഴ്സ് അബൌട്ട് റിപ്പൻറ്റൻസ് ആൻഡ് പെനിറ്റൻഷ്യൽ സാംസ് എന്നുള്ള ഭാഗം, മൂന്നാമത്തെ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നാലാമതായിട്ട് ദ ലിസ്റ്റ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്, അനുതാപ സങ്കീർത്തനങ്ങളുടെ പട്ടിക. നമ്മുടെ ഇതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ സഭ അംഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 6-ാം സങ്കീർത്തനം, 32, 38, 51, 102, 130, 143 എന്നുള്ളതാണ്. പാമ്പാക്കുട നമസ്കാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6, 32, 38, 51, അവസാനം 129-ലും 142-ലും ഒരു നമ്പർ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇനി ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31 മുതലുള്ള നമ്പേഴ്സിന് വ്യത്യാസമുണ്ട്, കൂടെ ലാസ്റ്റത്തെ 2 നമ്പേഴ്സിനും വ്യത്യാസമുണ്ട്. RSV ബൈബിള് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് ചേർച്ചിന്റെ ബൈബിളുമായിട്ട്, നമ്മുടെ സഭ അംഗീകരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ നമ്പറിങ്ങുമായിട്ട് സിമിലർ ആണ്. എന്താണ് ഈ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പറിങ്ങിന്റെ വ്യത്യാസം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിഫറെന്റ് ട്രഡീഷൻസ് ഓഫ് നമ്പറിങ് ദ സാംസ്. അതായത് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾസും NRSV ബൈബിൾസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഹീബ്രൂ ട്രഡീഷനിൽ നിന്ന് വരുന്നതാണ്. ഇനിയും ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രീക്ക് ട്രഡീഷൻ, സെപ്റ്റുജന്റ് ട്രഡീഷനിൽ നിന്ന് വരുന്നതാണ്. ഇനിയും സിറിയക് ട്രഡീഷനിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിന്റെ ഒക്കെ പുസ്തകം. അപ്പം ഈ ഓരോ ട്രഡീഷനും, ഹീബ്രൂ ട്രഡീഷനും ഗ്രീക്ക് ട്രഡീഷനും സിറിയക് ട്രഡീഷനും ഒക്കെ തമ്മിൽ സങ്കീർത്തനങ്ങളുടെ നമ്പറിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹീബ്രൂ ട്രഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സങ്കീർത്തനങ്ങൾ 9ഉം 10ഉം അധ്യായങ്ങൾ സെപ്റ്റുജന്റിലേക്ക്, അതായത് ഗ്രീക്ക് ട്രഡീഷനിലോട്ട് വരുമ്പം ഇതിനെ ഒരുമിച്ച് ചേർത്ത് സങ്കീർത്തനം 9 എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം തൊട്ടുള്ള നമ്പറിങ് മാറത്തില്ലേ. അതുപോലെ തന്നെ സാം 114 ആൻഡ് 115 ഹീബ്രൂ ട്രഡീഷനിൽ 114ഉം 115ഉം സങ്കീർത്തനം നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രീക്ക് സെപ്റ്റുജന്റിലേക്ക് നോക്കിക്കഴിയുമ്പം അത് സാം 113 എന്ന് പറയുന്ന ഒറ്റ സങ്കീർത്തനമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് സ്ട്രക്ചറൽ ഡിഫറൻസസ് കാരണം കൊണ്ടാണ് ഈ നമ്പറിങ്ങിൽ ഉള്ള വ്യത്യാസം. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭ അംഗീകരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ, അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 6, 32, 38, 51, 102, 130, 143 എന്നുള്ളതാണ്. നാലാമത്തെ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും 5-ാമത് അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടന, തിയോളജിക്കൽ സ്ട്രക്ചർ ഓഫ് പെനിറ്റൻഷ്യൽ സാംസ്. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം, അതിൻ്റെ എല്ലാ പോയിന്റ്സും നമ്മൾ എഴുതി തന്നെ പഠിക്കണം. പൊതുവായിട്ട് നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, കോമൺ സ്ട്രക്ചർ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ കുമ്പസാരമാണ്, കൺഫെഷൻ ഓഫ് സിൻ എന്നുള്ളത്. അനുതാപ സങ്കീർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പാപത്തിന്റെ സത്യസന്ധമായ ഏറ്റുപറച്ചിലാണ്. ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ് ഈസ് ദി സിൻസിയർ കൺഫെഷൻ ഓഫ് സിൻ. സങ്കീർത്തനങ്ങൾ 51-ാം സങ്കീർത്തനം 3-ാം വാക്യം, എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സഭാപിതാവായ വലിയ മാർ ബസേലിയോസ്, സെന്റ് ബേസിൽ ദ ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നു: ദൈവം പാപം അറിയാത്തവനെ അന്വേഷിക്കുന്നില്ല,
പാപം സമ്മതിക്കുന്നവനെയാണ് അന്വേഷിക്കുന്നത്. God does not seek the one who does not know his sin. He seeks the one who confesses his sin. അപ്പോൾ ഒന്നാമത്തെ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൊട്ടേഷൻ ആണ് ഈ ഇമേജിൽ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ ഇമേജിന് ക്ലാരിറ്റി കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ അറിയിക്കണം. അപ്പം ഞാൻ ഈ ഇമേജ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഇത് സ്ട്രെസ് ഉള്ളതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇമേജ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പം ഒന്നാമത്തെ പോയിന്റ് കൺഫെഷൻ ഓഫ് സിൻ, ഏറ്റുപറച്ചിൽ, കുമ്പസാരം എന്നുള്ളതാണ്. അതിനോട് ചേർന്നുള്ള കൊട്ടേഷനും കൂടി ഓർത്തിരിക്കണം. എന്താണ്? ദൈവം പാപം അറിയാത്തവനെ അന്വേഷിക്കുന്നില്ല, മറിച്ച് പാപം സമ്മതിക്കുന്നവനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരണം നടത്തുന്നത് രക്ഷയ്ക്ക് തടസ്സമാണ്. പക്ഷേ സത്യസന്ധമായ പാപസമ്മതം കൃപയുടെ വാതിൽ തുറക്കുന്നു. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ബിഫോർ ഗോഡ് ഇസ് എൻ ഒബ്സ്റ്റക്കിൾ ടു സാൽവേഷൻ, ബട്ട് സിൻസിയർ കൺഫെഷൻ ഓഫ് സിൻ ഓപ്പൺസ് ദ ഡോർ ഓഫ് ഗ്രേസ്. അപ്പം നമ്മൾ കൺഫെഷൻ ഓഫ് സിന്നിനോട് ചേർന്ന് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാപത്തിന്റെ സത്യസന്ധമായ ഏറ്റുപറച്ചിൽ. 51-ാം സങ്കീർത്തനം 3-ാം വാക്യത്തെ പറ്റി പറഞ്ഞു. സഭാപിതാവായ വലിയ മാർ ബസേലിയോസിന്റെ കൊട്ടേഷൻ നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം സ്വയം ന്യായീകരിക്കുന്നത് രക്ഷയ്ക്ക് തടസ്സമാണ്, എന്നാൽ സത്യസന്ധമായ പാപസമ്മതം നമ്മൾ നടത്തുമ്പോൾ കൃപയുടെ വാതിൽ തുറക്കുന്നു എന്നുള്ള 4 പോയിന്റ്സ് നമ്മൾ എഴുതണം. ഇനി രണ്ടാമതായിട്ട് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്, ശാരീരികവും ആത്മീയവുമായ വേദന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. എന്താണ്? പാപം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ശാരീരികവും ആത്മീകവുമായിട്ട് ഉണ്ടാകുന്ന ശക്തിക്ഷയം, വേദന എന്നുള്ളത്. സങ്കീർത്തനം 38 പോലെയുള്ള അനുതാപ സങ്കീർത്തനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ ഫലം ശരീരത്തിലും ആത്മാവിലും അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദി കോൺസിക്വൻസസ് ഓഫ് സിൻ വിൽ ബി എക്സ്പീരിയൻസ്ഡ് ബോത്ത് ഇൻ ബോഡി ആൻഡ് സോൾ. 38-ാം സങ്കീർത്തനം 3-ാം വാക്യം, എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല, എൻ്റെ പാപം കാരണം എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാപം മൂലം ആത്മാവിന് മാത്രമല്ല ശരീരത്തിനും വേദന ഉണ്ടാകുന്ന, രോഗമുണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് 3-ാം വാക്യമാണ്. ഇതിന്റെ 38-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ പോയിന്റിൽ 51-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യമായിരുന്നു. ഇവിടെ 38-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. അതുകൊണ്ടാണ് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്, സെന്റ് ഗ്രിഗറി ഓഫ് നാസിയാൻസസ് ഇപ്രകാരം എഴുതുന്നത്: പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങും. When sin makes the soul sick, the body will begin to speak its language എന്ന് പറയുന്നത്. ഇനി ഇത് സഭാപിതാക്കന്മാരുടെ സമഗ്ര മനുഷ്യദർശനം വ്യക്തമാക്കുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് എക്സ്പ്രസസ് ദ ഹോളിസ്റ്റിക് ആന്ത്രോപോളജി ഓഫ് ദി ചർച്ച് ഫാദേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ശരീരവും ആത്മാവും ചേർന്ന ഒരു ഏകീകൃത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്താൽ അത് മുഴുവൻ വ്യക്തിയെയും, അതായത് ആത്മാവിനെയും ശരീരത്തെയും ബാധിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ ഈ സെയിന്റ് ഗ്രിഗറി ഓഫ് നാസിയാൻസസ്, അതായത് സഭാപിതാവായ നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ഒരു മനുഷ്യന്റെ മനസ്സ് പാപം ചെയ്യുമ്പോൾ അത് ശരീരത്തെയും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ആത്മാവും ശരീരവും ചേർന്ന മുഴുവൻ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് പാപം ചെയ്യുമ്പോൾ രണ്ടിനെയും ബാധിക്കും, ശരീരത്തെയും ബാധിക്കും, അതുപോലെ തന്നെ ആത്മാവിനെയും ബാധിക്കും എന്നുള്ളത് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഈ ഘടന, ദൈവശാസ്ത്രപരമായ ഘടനയിലുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ് എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഒന്ന്, കോൺസിക്വൻസസ് ഓഫ് സിൻ വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ബോത്ത് ബോഡി ആൻഡ് സ്പിരിറ്റ് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 38-ാം സങ്കീർത്തനം 3-ാം വാക്യം പറഞ്ഞു. നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസിന്റെ കൊട്ടേഷൻ പറയണം. ഇത് സഭാപിതാക്കന്മാരുടെ സമഗ്ര മനുഷ്യ ദർശനം വ്യക്തമാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതണം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആ ഘടനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? ദൈവകരുണയിലേക്കുള്ള അഭയം, റെഫ്യൂജ് ഇൻ ദ മേഴ്സി ഓഫ് ഗോഡ്. അനുതാപ സങ്കീർത്തനങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നിരാശയിൽ അവസാനിക്കുന്നില്ല. അവ ദൈവത്തിന്റെ കരുണയിൽ ആഴമുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. The penitential psalms never end in despair. They express deep faith in the mercy of God. 130-ാം സങ്കീർത്തനം 1-ാം വാക്യം,
കർത്താവെ, ആഴങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്മേലുള്ള ഒരു വലിയ ഒരു പ്രത്യാശ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട്, അഭയം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് സിറിയയിലെ മാർ അപ്രേം ഇപ്രകാരമാണ് പറയുന്നത്: സെന്റ് എഫ്രൈം ദ സിറിയൻ, കരുണയാണ് ദൈവത്തിന്റെ സിംഹാസനം, അനുതാപിയാണ് അവിടെ ധൈര്യത്തോടെ സമീപിക്കുന്നയാൾ. Mercy is the throne of God. The penitent is the one who may approach it with boldness. അപ്പം മൂന്നാമത്തെ പോയിന്റിൽ എന്തൊക്കെ എഴുതണം? ഒരു സങ്കീർത്തനം, അനുതാപ സങ്കീർത്തനവും നിരാശയിൽ അവസാനിക്കുന്നില്ല. അവിടെ എന്താണ്? ദൈവത്തിന്റെ കരുണയിലുള്ള ആഴമായ വിശ്വാസം നമുക്ക് കാണാം. അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 130-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. അതിനുള്ള കൊട്ടേഷൻ എന്ന് പറയുന്നത് സെയിന്റ് എഫ്രൈം ദ സിറിയൻ, സിറിയയിലെ മാർ അപ്രേമിന്റെ കൊട്ടേഷൻ ആണ് നമുക്കവിടെ പറയേണ്ടത്. അവസാനത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയാകും എന്നുള്ള പ്രത്യാശ, ദി ഹോപ്പ് ഓഫ് ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. അനുതാപം ലക്ഷ്യമാക്കുന്നത് പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, മറിച്ച് പുതിയ മനുഷ്യന്റെ സൃഷ്ടിയാണ്. റിപ്പന്റൻസ് എയിംസ് നോട്ട് ഓൺലി അറ്റ് ദ ലിബറേഷൻ ഫ്രം സിൻ ബട്ട് അറ്റ് ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ പേഴ്സൺ. അവിടെ 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമേ, ശുദ്ധിയുള്ള ഹൃദയം എൻ്റെ ഉള്ളിൽ നീ സൃഷ്ടിക്കണമേ എന്നുള്ളത്, അല്ലെ? അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്തനാസ്യൂസ്, സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ പ്രകാരം പറയുന്നു, ദൈവം മനുഷ്യനോട് ക്ഷമിച്ച് അവനെ പുതുക്കിയാണ് രക്ഷിക്കുന്നത്. ഗോഡ് സേവ്സ് മാൻ ബൈ ഫോർഗീവിംഗ് ഹിം ആൻഡ് മേക്കിംഗ് ഹിം ന്യൂ. അപ്പം ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഘടന, അനുതാപ സങ്കീർത്തനങ്ങളുടെ ഘടന എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ലൈൻ എഴുതണം, എക്സാമ്പിൾ സാം എഴുതണം, സഭാപിതാക്കന്മാരുടെ കൊട്ടേഷൻ എഴുതണം, അതിനെന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതണം. എന്നാലേ അതൊരു പ്രോപ്പർ ആൻസർ ആവുകയുള്ളൂ. ഈ ഭാഗവും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 6-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. സഭയുടെ ആരാധനയും അനുതാപ സങ്കീർത്തനങ്ങളും. സഭയുടെ ആരാധനയും അനുതാപ സങ്കീർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഉറപ്പായിട്ടും എന്താണ്? അനുതാപ സങ്കീർത്തനങ്ങൾ പ്രത്യേക സ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്, അല്ലെ? ഉപവാസകാലങ്ങൾ, കുമ്പസാര ശുശ്രൂഷ, രാത്രി പ്രാർത്ഥനകൾ എന്നിവയിൽ വ്യാപകമായിട്ട് നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. Penitential psalms are widely used in fasting seasons, the sacrament of confession and night prayers. അവിടെയും അടുത്തൊരു കൊട്ടേഷൻ വരുന്നുണ്ട് എന്ന് നോക്കണം. സരൂഗിലെ വിശുദ്ധ യാക്കോബ്, സെന്റ് ജേക്കബ് ഓഫ് സെരൂഗ് ഇപ്രകാരം പറയുന്നു, സഭ അനുദപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയാകുന്നു. എന്താണ്? സഭ അനുദപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയാകുന്നു. When the church repents, the tears of David become her language. ഇതാരാണ് പറയുന്നത്? സെന്റ് ജേക്കബ് ഓഫ് സെരൂഗ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ ഒരു വ്യക്തിഗത ആത്മീയ അനുഭവമായിട്ട് മാത്രമല്ല, മറിച്ച് സഭാ സമൂഹത്തിന്റെ പൊതു ശുദ്ധീകരണമായിട്ട് കാണുന്നു. Malankara Orthodox Church understands repentance is not merely as a personal spiritual experience but also as the corporate purification of the ecclesial community. ഒരു മനുഷ്യന് മാത്രം ഉണ്ടാകുന്ന മാറ്റമല്ല, സഭയ്ക്കാകമാനം ഒരുമിച്ചുണ്ടാകുന്നതായിട്ടുള്ള ഒരു ആത്മീയ പരിശുദ്ധിയായിട്ടാണ് സഭ ഈ അനുതാപ സങ്കീർത്തനങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ അനുതാപത്തെ കാണുന്നത് എന്നുള്ളതാണ്. അത്രയും വരെ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസ്, ആധ്യാത്മിക വ്യാഖ്യാനങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗം നമ്മൾ നോക്കിയാലും നമ്മൾ പറഞ്ഞു എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ കേന്ദ്ര സന്ദേശം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഏത് ഭാഗത്തിലേക്ക് നമ്മൾ നോക്കിയാലും ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവിനെയാണ് പ്രത്യേകമായിട്ട് അനുതാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ടു ഗോഡ് എന്നുള്ളതാണ്. അത് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കാലാകാലങ്ങളിൽ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപം മൂലം അവർ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ പ്രവാചകന്മാർ നിരന്തരം ദൈവജനത്തെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരുന്നവരായിരുന്നു പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ദി പ്രോഫറ്റ്സ് കണ്ടിന്യൂലി കോൾഡ് ദ പീപ്പിൾ ടു റിട്ടേൺ ടു ഗോഡ്. നമുക്കറിയാം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം,
പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വരുവീൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇതുപോലെ തന്നെ നിനുവായിക്ക് മാനസാന്തരത്തിന്റെ സന്ദേശം നൽകിയ യോനായും ശുദ്ധീകരണത്തിനായിട്ട് വിളിച്ച യെശയ്യാവും ദൈവത്തിങ്കലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത യിരെമ്യാ പ്രവാചകനും എല്ലാം മാനസാന്തരത്തിനുള്ള വിളി തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അന്നത്തെ സമൂഹ സാഹചര്യങ്ങൾ ഒന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിൽ നിന്നുള്ള മടങ്ങിവരവാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? എന്തിൽ നിന്നുള്ള അനുതാപമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, വിഗ്രഹാരാധന ഉപേക്ഷിക്കൽ, അബാൻഡൻമെന്റ് ഓഫ് ഐഡൽ വർഷിപ്പ്. രണ്ട്, ദൈവത്തോടുള്ള വിശ്വസ്തത വീണ്ടെടുക്കൽ, റിസ്റ്റോറേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. മൂന്ന്, ലിവിങ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കൽ. ഇതിനു വേണ്ടിയായിരുന്നു അനുതാപത്തിലേക്ക് തിരിച്ചു വരുവീൻ എന്ന് പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങളാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ, അനുതാപത്തോട് ചേർന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന്. ഒന്ന്, ദൈവം ശിക്ഷയേക്കാൾ കരുണ ആഗ്രഹിക്കുന്നു. ഗോഡ് ഡിസയേഴ്സ് mercy more than punishment. രണ്ട്, repentance restores fellowship with God. അനുതാപം ദൈവ സൗഹൃദം പുനഃസ്ഥാപിക്കുന്നു. മൂന്ന്, അനുതാപം നീതിയിലും ധാർമ്മികതയിലും പ്രകടമാകണം. ട്രൂ റിപ്പൻറ്റൻസ് മസ്റ്റ് ബി മാനിഫെസ്റ്റഡ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് മോറൽ ഇന്റഗ്രിറ്റി. ഇത്രയും കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, പ്രവാചകന്മാർ ആരായിരുന്നു? അവരെന്താ ചെയ്തത്? എല്ലാ കാലങ്ങളിലും മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വിളിച്ചു. എന്തിൽ നിന്നാണ് തിരിച്ചു വിളിച്ചത്? വിഗ്രഹാരാധനയിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അതുപോലെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് തിരിച്ചു വിളിച്ചു. അതുപോലെ തന്നെ വിശുദ്ധിയിലും നീതിയിലും ജീവിക്കുവാൻ വേണ്ടിയിട്ട് തിരിച്ചു വിളിച്ചു. 3 സന്ദേശമാണ് അനുതാപത്തെ പറ്റി നമുക്ക് അവിടെ ലഭിക്കുന്നത്. ദൈവം ശിക്ഷയേക്കാൾ കരുണ ആഗ്രഹിക്കുന്നു. 2, അനുതാപം ദൈവ സൗഹൃദം പുനഃസ്ഥാപിക്കുന്നു. 3, നമ്മുടെ അനുതാപം നീതിയിലും ധാർമ്മികതയിലും പ്രകടമാകണം. ഇത്രയും കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുതാപം കൂടുതൽ ആന്തരികവും ആത്മീയവുമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ അനുതപിപ്പീൻ. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ മെസ്സേജ് എന്തായിരുന്നു? റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് അറ്റ് ഹാൻഡ് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതും ഇതേ സന്ദേശം തന്നെയാണ്. എന്താണ്? അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ എന്നുള്ളതാണ്. അവിടെ എന്താണ് അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഹൃദയത്തിന്റെ നവീകരണം, റിന്യൂവൽ ഓഫ് ദി ഹാർട്ട്. ഡൗണിങ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉദയം. 3, ആത്മീയ മാറ്റം, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. 4, എൻട്രി ഇൻ ടു ദി കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ എന്തൊക്കെയായിരുന്നു അനുതാപം എന്നുള്ളത് കൊണ്ട്? എന്തിൽ നിന്നുള്ള അനുതാപമായിരുന്നു? വിഗ്രഹാരാധനയിൽ നിന്നും ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ജീവിതത്തിലേക്കും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കണം എന്നുള്ളതൊക്കെയാണ് അനുതാപം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനുതാപം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിന്റെ നവീകരണം, വിശ്വാസത്തിന്റെ ഉദയം, ആത്മീയ മാറ്റം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, റിന്യൂവൽ ഓഫ് ദി ഹാർട്ട്, ഡൗണിങ് ഓഫ് ഫെയ്ത്ത്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, എൻട്രി ഇൻ ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. അതിനുശേഷവും അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുതാപം രക്ഷയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും അല്ലെ. പത്രോസ് ലീഹ തന്റെ പെന്തിക്കോസ്ത് ദിനത്തിൽ പ്രസംഗത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. അനുദപിച്ച് പാപമോചനത്തിനായി സ്നാനമേൽപ്പീൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ അനുതാപം എന്നുള്ളത് എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനുതാപം ഉൾക്കൊള്ളുന്നത് റിപ്പൻറ്റൻസ് എൻകംപസസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് കൺഫെഷൻ ഓഫ് സിൻസ്, പാപസമ്മതം, ദൈവകൃപ സ്വീകരിക്കൽ, റിസീവിംഗ് ഗോഡ്സ് ഗ്രേസ്, സ്പിരിച്വൽ റിന്യൂവൽ, ആത്മീയ നവീകരണം, ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്, ദൈവ സൗഹൃദത്തിന്റെ പുനഃസ്ഥാപനം. ഇതാണ് അനുതാപം ഉൾക്കൊള്ളുന്നത്. ഈ 4 കാര്യങ്ങളാണ് എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം
പോയിന്റ് ബൈ പോയിന്റ് എഴുതി വെച്ചിരുന്നത് പഠിക്കണം. കാരണം എല്ലാം വളരെ സിമിലർ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് പോയിന്റ്സ് ആയിട്ട് തന്നെ ഓർത്തിരുന്ന് പഠിക്കണം. 4 മാർക്കിന് ഈ 4 പോയിന്റ്സ് എഴുതിയാലേ മതിയായിരിക്കും കേട്ടോ. അപ്പം ഇത് ഈ ഓരോ ഇമേജും നോക്കി പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതി പഠിക്കണം. അപ്പം നമ്മൾ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസ് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ വ്യൂവും ന്യൂ ടെസ്റ്റ്മെന്റിന്റെ വ്യൂവും നമ്മൾ പഠിച്ചു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. റിപ്പൻഡൻസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൽ അനുതാപത്തിന്റെ പങ്ക്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിതകാലം അവസാനം വരെയുള്ള ഒരു ആത്മീയ യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു യാത്രയിൽ, വലിയ ഒരു യാത്രയിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? പലപ്പോഴും പാപം നമ്മളെയൊക്കെ പിടിച്ചടക്കും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അനുതാപം ഒരിക്കൽ മാത്രം ഉണ്ടാകേണ്ടുന്നതല്ല. അക്കോർഡിംഗ് ടു ഹോളി സ്ക്രിപ്ചർ, റിപ്പൻറ്റൻസ് ഈസ് നോട്ട് സംതിങ് ഡൺ ഓൺലി വൺസ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുതാപം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകേണ്ടുന്നതല്ല, മറിച്ച് എപ്രകാരമായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് സെൽഫ് എക്സാമിനേഷൻ, നിത്യ ആത്മപരിശോധന ഉണ്ടായിരിക്കണം, ആത്മീയ വളർച്ച ഉണ്ടായിരിക്കണം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, തുടർച്ചയായ പരിവർത്തനം ഉണ്ടായിരിക്കണം, ഓൺ ഗോയിങ് ട്രാൻസ്ഫർമേഷൻ. ഇതിലൂടെയെല്ലാം വിശുദ്ധിയിലേക്കുള്ള യാത്രയായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ ജേർണി ടുവേർഡ്സ് ഹോളിനെസ്. അപ്പം ഇപ്രകാരമായിരിക്കണം നമ്മുടെയൊക്കെ അനുതാപം എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂൽ പ്രോസസ് ആയിരിക്കണം. നിത്യ ആത്മപരിശോധന, ആത്മീയ വളർച്ച, തുടർച്ചയായ പരിവർത്തനം, അതിലൂടെ വിശുദ്ധിയിലേക്കുള്ള യാത്ര. കണ്ടിന്യൂൽ സെൽഫ് എക്സാമിനേഷൻ, സ്പിരിച്വൽ ഗ്രോത്ത്, ongoing transformation and journey towards holiness. ഓക്കെ ആണല്ലോ. ഇനി അതിനോടൊപ്പം ചേർന്ന് തന്നെ യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങളും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പാപത്തെക്കുറിച്ചുള്ള ഹൃദയവേദന, അതായത് 51-ാം സങ്കീർത്തനത്തിൽ എപ്രകാരം ദാവീദ് അത് പ്രകടിപ്പിച്ചിരിക്കുന്നു, അതുപോലെ പാപത്തെക്കുറിച്ചുള്ള ഹൃദയവേദന, ഹാർട്ട് ഫെൽറ്റ് സോറോ ഫോർ സിൻ, അതുണ്ടായിരിക്കണം. അതോടൊപ്പം വിശ്വാസവും അനുസരണയും, ഫെയ്ത്ത്, ഒബീഡിയൻസ്, ഇതാണ് യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്നുകൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ അനുതാപം ഇപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനിയും ഏറ്റവും അവസാന ഭാഗം ഒരു കൺക്ലൂഷനും അതോടൊപ്പം കണ്ടംപററി റെലവൻസ്, കാലിക പ്രസക്തിയാണ് പറയുന്നത്. അതായത് ഇന്നത്തെ തലമുറ നമുക്കറിയാം പാപത്തെയൊക്കെ സാധാരണ വൽക്കരിക്കുന്നവരാണ് അല്ലേ? അതായത് ഇതൊന്നും വലിയ തെറ്റൊന്നും അല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ എല്ലാവരോടും പറയാറുണ്ട് അല്ലേ? അങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മനുഷ്യരാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. ഇവിടെയാണ് അനുതാപ സങ്കീർത്തനങ്ങൾ നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കേണ്ടുന്നത്. ഇറ്റ് ഷുഡ് കോൾ ഹ്യൂമാനിറ്റി ബാക്ക് ടു സെൽഫ് എക്സാമിനേഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യനെ ആത്മപരിശോധനയിലേക്കും വിനയത്തിലേക്കും തിരികെ വിളിക്കുന്നു. 2, അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ തകർച്ചയും ദൈവത്തിന്റെ അനന്ത കരുണയും തമ്മിലുള്ള ദൈവിക സംഗമമാണ്. The penitential psalms are a divine meeting point between human brokenness and infinite mercy of God. 3, the penitential psalms are considered by spiritual fathers as a spiritual medicine and living prayer of the church. സഭാപിതാക്കന്മാർ അതിനെ ആത്മീയ മരുന്നായിട്ടും സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയുമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വിനയത്തോടെ പാപമേറ്റു പറയുകയും കരുണയിൽ പ്രത്യാശ വയ്ക്കുകയും പുതുക്കപ്പെട്ട ജീവിതം തേടുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും ഈ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ആത്മീയ ദീപങ്ങളാണ്. For every believer who humbly confesses sin, places hope in mercy and seeks a renewed life, these psalms are spiritual lamps. ഓക്കെ, അപ്പം ആർക്കാണ് ഇത് ആത്മീയ ദീപങ്ങളാകുന്നത്? അവസാനത്തെ ലൈനിൽ നിന്ന് വരെ ചോദ്യം ചോദിക്കാം. ആർക്കാണ്? വിനയത്തോടെ പാപമേറ്റു പറയുകയും കരുണയിൽ പ്രത്യാശ വയ്ക്കുകയും പുതുക്കപ്പെട്ട ജീവിതം തേടുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും അനുതാപ സങ്കീർത്തനങ്ങൾ എന്തായി തീരുകയാണ്? ആത്മീയ ദീപങ്ങളായിട്ട് തീരുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
നമുക്ക് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു സാംസ് ആൻഡ് പെനിറ്റൻഷ്യൽ? സാംസ് എന്നുള്ളതിന് ആദ്യം സാംസിന്റെ ഒരു 3 ഡെഫിനിഷനും അതിനോട് ചേർന്ന് പെനിറ്റൻഷ്യൽ സാംസിന് ഒരു ഇൻട്രൊഡക്ഷനുമാണ് പറഞ്ഞത്. ആദ്യത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? സങ്കീർത്തനങ്ങൾ മനുഷ്യൻ ഹൃദയത്തിന്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണങ്ങളാണ്. ദി സാംസ് ആർ ദി ഡയറക്റ്റ് കോൺവെർസേഷൻ ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് വിത്ത് ഗോഡ്. അതിനോട് ചേർന്ന് അനുതാപ സങ്കീർത്തനങ്ങൾക്കുള്ള ഡെഫിനിഷൻ നമ്മൾ എന്ത് കൊടുത്തു? ചില സങ്കീർത്തനങ്ങൾ മനുഷ്യന്റെ വേദനയും പാപബോധവും തകർച്ചയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന അനുതാപ സങ്കീർത്തനങ്ങളാണ്. The Psalms of Lamentations are psalms which lay open a man's pain, sinfulness and brokenness before God. രണ്ടാമത് കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ എന്നുള്ളത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ആത്മീയവും സജീവവുമായ സംവാദങ്ങളുടെ സമാഹാരമാണ് എന്നുള്ളത് പറഞ്ഞു. അവിടെ നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങൾക്ക് 3 പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. ഒന്ന്, ദേ സ്ട്രോങ്ലി റിവീൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻസ് ഫോൾ ആൻഡ് ഗോഡ്സ് മേഴ്സി. മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയും തമ്മിലുള്ള ബന്ധത്തെ അത് കാണിക്കുന്നു. അതുപോലെ അത് ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളാണ് എന്ന് പറഞ്ഞു. ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഹൃദയസ്പന്ദനങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത് സങ്കീർത്തനത്തിന് കൊടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു? മനുഷ്യഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്ന ഒരു ആത്മീയ ഡയറിയാണ് സങ്കീർത്തനം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അനുതാപ സങ്കീർത്തനം എന്താണ്? മനുഷ്യൻ തന്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളാണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ ആദ്യത്തെ ഭാഗം അത്രയും ലോങ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ അനുതാപം എന്നുള്ള വേർഡിന് 3 മീനിങ്സ് നമ്മൾ റൂട്ടുകൾ നമ്മൾ പറഞ്ഞു. അതിന് ഹീബ്രു വേർഡ് വരുന്നത് ഷൂബ് എന്നും നാഖം എന്നുള്ളതുമാണ്. അതുപോലെ സിറിയക് ടേം എന്നുള്ളത് തിയോബൂസോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഗ്രീക്കില് മെറ്റനോയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ചേർച്ച് ഫാദേഴ്സ് അബൌട്ട് റിപ്പൻറ്റൻസ്, എന്താണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഭാഗത്തിൽ സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ്, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പറഞ്ഞു. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ അനുതാപം ദൈവത്തിന്റെ നീതിയെ മറികടക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം സെയിന്റ് Augustine in his book Narrations in Psalms, Expositions and on the Psalms എന്ന പുസ്തകത്തിനെ പറ്റി ചേർന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അവിടെ പറഞ്ഞു. അതിനുശേഷം ലിസ്റ്റ് ഓഫ് പെനിറ്റൻഷ്യൽ സാംസ് എന്നുള്ളതിന് സഭ അംഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളെ പറ്റിയും മറ്റു പുസ്തകങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങളും നമ്മൾ ആ ഭാഗത്ത് പറഞ്ഞു. ഇനിയും അതിനുശേഷം അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഘടന, തിയോളജിക്കൽ സ്ട്രക്ചർ എന്നുള്ളിടത്ത് 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേത് കൺഫെഷൻ എന്നുള്ളത്, കൺഫെഷൻ ഓഫ് സിൻ, ഏറ്റുപറച്ചിൽ, കുമ്പസാരം എന്നുള്ളതാണ്. അതിനോട് ചേർന്നിട്ടുള്ള എക്സാമ്പിളും കൊട്ടേഷൻസും ഒക്കെ ആഡ് ചെയ്യണം. രണ്ടാമത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സഫറിങ്, ശാരീരികവും ആത്മീകവുമായിട്ടുള്ള വേദന എന്നുള്ളതാണെന്ന് പറഞ്ഞു. മൂന്നാമത് ദൈവ കരുണയിലേക്കുള്ള അഭയം, റെഫ്യൂജ് ഇൻ ദ മേഴ്സി ഓഫ് ഗോഡ്. നാലാമത് പുതിയ സൃഷ്ടിയാകും എന്നുള്ള പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. അത്രയുമാണ് പറഞ്ഞത്. പിന്നെ വേർഷിപ്പ് ഓഫ് ദി ചർച്ച് ആൻഡ് പെനിറ്റൻഷ്യൽ സാംസ്, സഭ പ്രത്യേകിച്ച് നമ്മുടെ രാത്രി നമസ്കാരങ്ങളിലും അതോടൊപ്പം നമ്മുടെ കുമ്പസാര ശുശ്രൂഷയിലും ഉപവാസ കാലഘട്ടങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കും. അതിനോടൊപ്പം സരൂഗിലെ വിശുദ്ധ യാക്കോബിന്റെ കൊട്ടേഷനും കൂടെ ആഡ് ചെയ്യണം. അതുപോലെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തിഗത അനുഭവമല്ല, എന്നാൽ സഭാ സമൂഹത്തിന്റെ മുഴുവൻ ആത്മശുദ്ധീകരണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ, അനുതാപത്തെ കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസ്, ബിബ്ലിക്കലായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ്, ആധ്യാത്മിക വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പഴയ നിയമത്തിന്റെ സഹായത്തിലും പുതിയ നിയമത്തിന്റെ സഹായത്തിലും നമ്മൾ അനുതാപത്തിനെ ഡിഫൈൻ ചെയ്തു. അനുതാപം എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും നമ്മൾ ആ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസിൽ പറഞ്ഞു. അതിനുശേഷം റിപ്പൻറ്റൻസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നത്തെ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്രകാരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും അതോടൊപ്പം അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് പറഞ്ഞത്. അവസാന ഭാഗത്ത് പിന്നെയും കണ്ടംപററി റെലവൻസ് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ളിടത്ത് വീണ്ടും ഈ അനുതാപ സങ്കീർത്തനങ്ങൾക്ക് ഒരു 4 ഡെഫിനിഷനും കൂടെ പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരുപാട് സെയിം പോയിന്റ്സ് തന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പം അതൊക്കെ സമയമെടുത്ത് ഇച്ചിരിയായിട്ട് പഠിച്ചാൽ മതി. അപ്പോഴത്തേക്ക് പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ പിന്നെയും തിരിച്ചു വരാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.